ആയിട്ട് നമുക്ക് പൈത്തണിൽ എങ്ങനെ ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അതിൻ്റെ അകത്തോട്ട് റൈറ്റ് ചെയ്യാനുണ്ട്. ആ ഇൻഫർമേഷൻ നമുക്കൊരു .txt ഫയലായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഒരു റോ ടെക്സ്റ്റ് ഫയലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ സേവ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും. പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡാറ്റാ സയൻസ് ഓർ മെഷീൻ ലേണിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഫയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർമീഡിയറ്റ് റിസൾട്ടൊക്കെ ചിലപ്പം റോ ടെക്സ്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യേണ്ടത് ആവശ്യം വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത വിത്ത് എക്സാമ്പിൾ പോലെ തന്നെയാണ് നമുക്കവിടെ ഫയൽ മോഡ് റീഡിങ് എന്നുള്ളത് മാറ്റിയിട്ട് റൈറ്റിംഗ് എന്നതിന് കൊറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് മോഡിന് കൊറസ്പോണ്ടിങ് ആയിട്ട് W എന്ന ആർഗ്യുമെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഏത് പേരിലാണോ ഫയൽ റൈറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ കൊടുക്കാം. ഫയൽ ഒരു ഡിഫറെൻറ്റ് പാത്തിലാണെങ്കിൽ ഡിഫറെൻറ്റ് ഫോൾഡറിലാണെന്നുണ്ടെങ്കിൽ ആ എൻ്റെയർ പാത്ത് ഇവിടെ പറഞ്ഞു കൊടുക്കുക. സെയിം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ ആസ് ഫയൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫയൽ ഹാൻഡ്ലർ നെയിം കൊടുത്തതിന് ശേഷം ഫയൽ ഹാൻഡ്ലർ നെയിം എന്താണോ അത് .write എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ട്രിങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ അകത്തെ കണ്ടൻറ്റ് ഇതിലോട്ട് ഫയലിലോട്ട് റൈറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി ഈ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ്സിന് പുറത്ത് വന്നു കഴിയുമ്പം ഈ ഫയൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയും ചെയ്യും. ഇനി നമുക്കൊരു വേരിയബിളിൻ്റെ അകത്താണ് സം ഇൻഫർമേഷൻ ഉള്ളത്, അതാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ f.writeൻ്റെ കൂടെ ആ വേരിയബിൾ നെയിമും ഇവിടെ കൊടുത്താൽ മതിയാവും. ഇവിടെ റോ അതായത് ഇതുപോലെ തന്നെ ഡയറക്റ്റ് സ്ട്രിങ് ആയിട്ട് കൊടുക്കണമെന്നില്ല. ഈ സ്ട്രിങ് ഒരു വേരിയബിളിൽ സ്റ്റോർഡ് ആണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ഇവിടെ കൊടുത്താലും മതിയാകും. ഈ കണ്ടൻറ്റ് ഇവിടെ റൈറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഓൾറെഡി ഇതേ പേരിൽ ഒരു ഫയൽ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ ഫയൽ ഓവർറൈറ്റ് ആവും. ആ ഫയലിൻ്റെ അകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓവർറൈറ്റ് ആയി പോകും. ഇനി അഥവാ ഫയൽ അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഫ്രഷ് ആയിട്ടൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ റൈറ്റ് മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർറൈറ്റ് ഇഫ് ഫയൽ എക്സിസ്റ്റ് ഓർ ക്രിയേറ്റ് ന്യൂ ഫയൽ ഇഫ് ദർ ഈസ് നോ സച്ച് ഫയൽ എക്സിസ്റ്റ് ഇൻ ദാറ്റ് ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ അതേ പേരിൽ അവിടെ ഒരു ഫയൽ ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവും. അഥവാ അതേ പേരിൽ ഓൾറെഡി ഒരു ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫയൽ ഓവർറൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കറൻ്റ്ലി എനിക്കിവിടെ ആ പേരിൽ വേറെ ഫയലൊന്നുമില്ല, example.txt എന്ന് പറഞ്ഞ് വേറെ ഫയലൊന്നുമില്ല. അപ്പോൾ ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പുതിയ ഫയൽ example.txt ഉണ്ടായിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കതിൻ്റെ അകത്തെ കോണ്ടൻറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്ത മെസ്സേജ് തന്നെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഫയൽ ഒന്നുകൂടെ റൺ ചെയ്താൽ, അതായത് ഈ ഒരു മെസ്സേജ് മാറ്റുന്നു, വെൽക്കം ടു മെഷീൻ ലേണിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് വെൽക്കം ടു ഡാറ്റാ സയൻസ് എന്നാക്കി എന്ന് വിചാരിക്കുക. ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓവർറൈറ്റ് ആവും. അതായത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ലൈൻ ഡിലീറ്റ് ആവുകയും അല്ലെങ്കിൽ അത് ഓവർറൈറ്റ് ആയിട്ട് പുതിയ ലൈനായിരിക്കും അതിൽ ഉണ്ടാവുക. നമുക്ക് ആ വ്യത്യാസം ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ റൺ ചെയ്തു, അതിനുശേഷം ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന കോണ്ടൻറ്റ് ഡിലീറ്റായി, അതിന് പകരം പുതിയ സെൻറ്റൻസ് നമ്മൾ പാസ് ചെയ്ത പുതിയ വാല്യൂ ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓവർ റൈറ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ. ഇനി ഇങ്ങനെ ഓവർ റൈറ്റിംഗ് സംഭവിക്കേണ്ട, നമുക്ക് ഓൾറെഡി ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിൻ്റെ എൻഡിലോട്ട് പുതിയ കണ്ടൻറ്റ് റൈറ്റ് ആവണം എന്നാണ് നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഫയൽ അപ്പെൻഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് വേണ്ടത്. എക്സിസ്റ്റിംഗ് ഒരു ഫയൽ ഇല്ലെങ്കിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എക്സിസ്റ്റിംഗ് ഫയൽ ഉണ്ടെങ്കിൽ ഉള്ള ഫയലിൻ്റെ ബാക്കി കണ്ടൻ്റ് ആയിട്ടായിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂസ് റൈറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന ഓപ്പറേഷനാണ് അപ്പെൻഡ് ടു ഫയൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സിംപിളി W മോഡ് മാറ്റിയിട്ട് റൈറ്റിംഗ് മോഡ് മാറ്റിയിട്ട് നമ്മളതിന് അപ്പെൻഡ് മോഡ് കൊടുക്കും. അപ്പോൾ ഈ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ട് പുതിയ കണ്ടൻറ്റ് റൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം പുതിയ കണ്ടൻറ്റ് നമുക്ക് ആ ഫയലിൻ്റെ കേഴ്സർ എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് ആ ലൊക്കേഷനിൽ തൊട്ടായിരിക്കും റൈറ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ എനിക്കതൊരു പുതിയ ലൈനായിട്ട് വരണം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ കൂടെ കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, ഞാൻ example.txt തന്നെയാണ് റൈറ്റ് ചെയ്യുന്നത്, അപ്പൻ മോഡിലാണ് റൈറ്റ് ചെയ്യുന്നത്. f.write അല്ലെങ്കിൽ file.write എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു അഡീഷണൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു ലൈൻ കൂടെ കൊടുക്കുവാണ്. പക്ഷേ ഒരു പുതിയ ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ / എന്ന് കൂടെ കൊടുക്കുവാണ്. നമുക്കറിയാം ഓൾറെഡി example.txt നമുക്കുണ്ടായിരുന്നത് വെൽക്കം ടു ഡാറ്റാ സയൻസ് എന്നാണ്. ആദ്യമേ വെൽക്കം ടു മെഷീൻ ലേണിംഗ് ആയിരുന്നു, അത് ഓവർറൈറ്റ് ആയി വെൽക്കം ടു ഡാറ്റാ സയൻസ് ആയി. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫയലിൽ ആക്ച്വലി 2 ലൈനുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ലൈനും പ്ലസ് ഈ പുതുതായിട്ട് നമ്മൾ റൈറ്റ് ചെയ്ത ലൈനും കൂടെ ഈ ഫയലിൽ അപ്പെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ റൺ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക?
ഒന്നുകൂടെ റൺ ചെയ്ത ശേഷം ഈ ഫയൽ ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യണം, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ 2 തവണ ഇത് റൺ ചെയ്തു. അപ്പോൾ ദിസ് ഈസ് അഡീഷണൽ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് 2 തവണ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പെൻഡിങ് ഓപ്പറേഷൻ ഒരിക്കലും ആ ഫയലിനെ ഓവർറൈറ്റ് അല്ല ചെയ്യുന്നത്. ആ ഫയലിനെ, അതായത് എക്സിസ്റ്റിംഗ് കണ്ടൻറ്റിനെ ഡിലീറ്റ് ചെയ്യാതെ അതിൻ്റെ എൻഡിലോട്ട് കൊണ്ടുപോയി അത് പുതിയത് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി \n കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ ഞാനിത് റൺ ചെയ്തു, എന്നിട്ട് example.txt ഒന്നുകൂടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ലാസ്റ്റ് നമ്മുടെ കേഴ്സർ വന്നിരുന്ന ആ പൊസിഷനിൽ നിന്ന് ആണ് പിന്നീടുള്ള കണ്ടൻറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം പുതിയ ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ വേണം ഇതിൽ പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫയൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ടും പൈത്തണിൽ വരുന്ന 2 ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ 2 വേരിയസ് വേസ് ഓഫ് ഡൂയിങ് ഫയൽ റൈറ്റിംഗ്. ഇനി ഫയലിൻ്റെ പാത്തൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഒരു D ഡ്രൈവിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ പാത്ത് കറക്റ്റായിട്ട് തെറ്റുകൂടാതെ ഇൻക്ലൂഡിങ് ദിസ് ഫയൽ നെയിം റൈറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിൻഡോസിലും ലിനക്സിലും എവിടെയും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ OS.library അല്ലെങ്കിൽ path_lib ലൈബ്രറി പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം ആ പാത്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതായിരിക്കണം ഇവിടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ മെയിനായിട്ടും ഫയൽ മോഡ്സിൽ നമ്മൾ റീഡ് മോഡ് കണ്ടു, അതുപോലെ റൈറ്റ് മോഡ് കണ്ടു, അപ്പൻ മോഡ് കണ്ടു. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് പിന്നെ വരുന്നത്. അതായത് റീഡ് പ്ലസ് ഒരു ഫയൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണ്ടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. റൈറ്റ് പ്ലസ് ഓപ്പറേഷൻ ഉണ്ട്, അപ്പൻ പ്ലസ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മോഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് റീഡ് മോഡ്, റൈറ്റ് മോഡ്, അപ്പൻ മോഡ് ഇത് 3ഉം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ഫയൽ റൈറ്റിംഗ് മോഡ് കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫയൽ ലോഗ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് റൈറ്റ് ചെയ്യണം, ഒരു ഫയലായിട്ട് സേവ് ചെയ്യണം നിങ്ങളുടെ ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്.